നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. അതായത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തെ സ്വാതന്ത്ര്യവും നീതിപൂർവമായ നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി ഭരണഘടനാനുസൃതമായി രൂപീകരിച്ച സ്ഥാപനമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1950 ജനുവരി 25. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ്, നിർവചൻ സദൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 324 ദേശീയ സമ്മതിദായക ദിനം നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി 25. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ച് തുടങ്ങിയ വർഷം 2011. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനാ പദവികളിലിരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളോട് പുറത്താക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളായിട്ട് വരുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം, പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, ചിഹ്നം അനുവദിക്കുക, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ് വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കൽ, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കുക, തുടർ നടപടികൾ സ്വീകരിക്കുക.